വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങളൊരു ഓവർ തിങ്കറാണോ? ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഓവർ തിങ്കിങ് ആളാണ്. എങ്കിലിത് ഓവർ തിങ്കിങ് മറികടക്കാനുള്ള കുറച്ച് പ്രാക്ടിക്കൽ സ്റ്റെപ്സുമായിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഷോപ്പ് ചെയ്യുന്ന ഐറ്റം മുതൽ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് വരെ ഒരുപാട് നേരം ചിന്തിച്ച് വിശകലനം ചെയ്ത് വരും വരായകളൊക്കെ നോക്കി മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണോ നിങ്ങളും? ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണല്ലേ ഓവർ തിങ്ക് ചെയ്യാൻ. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അക്കാഡമിക്സിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും. ഇനി പഠിത്തം കഴിഞ്ഞെങ്കിലും അവർക്ക് ജോബിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും. കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് ഫൈനാൻഷ്യലായ പ്രശ്നങ്ങളെ പറ്റി ചിന്തകളായിരിക്കും. ഇനി ചിലർക്ക് ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവർ ഹെൽത്തിനെ പറ്റി ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അവരുടെ പോസ്റ്റും വീഡിയോയും റീലും ഒക്കെ നോക്കി നമ്മുടെ ലൈഫ് ഇങ്ങനെയല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആകുലപ്പെടും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. ഓരോ കാര്യത്തിൻ്റെ പാസ്റ്റും അതിൻ്റെ ഭാവിയിലേക്കുള്ള ഫ്യൂച്ചറും ഒക്കെ നോക്കി ആ പ്രസൻറ്റ് മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ ഇങ്ങനെയുള്ളവർക്ക് പറ്റാറേയില്ല. അപ്പോൾ ആദ്യം നമുക്ക് നിങ്ങളൊരു ഓവർ തിങ്കർ ആണോ എന്ന് കണ്ടുപിടിക്കാം. ഓവർ തിങ്കേഴ്സ് കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും ഒരു ഓവർ തിങ്കർ ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കൺട്രോളിന് പുറത്തുള്ള കാര്യത്തിൽ ഫിക്സേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒന്ന്. രണ്ടാമത്തത്, കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസിനെ പറ്റി, അനുഭവത്തിനെ പറ്റി, അല്ലെങ്കിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് മനസ്സിൽ ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരേ കാര്യം. മൂന്നാമത്തത്, തീരുമാനങ്ങളിൽ എത്താനുള്ള ബുദ്ധിമുട്ടാണ്, ഇൻഡെസിസീവ്നെസ് എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും പെട്ടെന്ന് തീരുമാനത്തിലെത്തണമെങ്കിൽ ഭയങ്കര സ്ട്രഗിളാണ്. കാരണം എല്ലാത്തിൻ്റെയും വരുവരായകളെ ചിന്തിച്ച് അങ്ങനെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തും. നാലാമത്തത്, ഇവർ മെൻ്റലി ഒരിക്കലും റിലാക്സ് ആയിരിക്കില്ല. എപ്പോഴും ചിന്തകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോഴും വറിയായിരിക്കും, വിഷമത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അഞ്ചാമത്തത്, വരാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള വേഴ്സ്റ്റ് പോസിബിൾ സിനാരി ആയിരിക്കും ഇവർ മനസ്സിലുണ്ടാവുക. ഹോപ്പ് ഉണ്ടാവില്ല അവർക്ക്. നന്നായിട്ട് കഴിഞ്ഞു പോകും, നന്നായിട്ടായിരിക്കും അത് സംഭവിക്കുക എന്നുള്ള ചിന്തയുണ്ടാവില്ല. അതിൻ്റെ വളരെ മോശം രീതിയിലുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക. ആറാമത്തത്, മിക്കപ്പോഴും ഇവർക്ക് നെഗറ്റീവ് ചിന്തകളായിരിക്കും മനസ്സിൽ. പോസിറ്റീവ് ഔട്ട്ലുക്ക് ജീവിതത്തിനോട് കുറവായിരിക്കും. ഏഴാമത്തത്, ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആകുമ്പോഴത്തേനും അവരെ സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങും. ചിലർക്കൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടായി തുടങ്ങും. പിന്നെ ഇത് ഒട്ടും കൺട്രോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ചിലരൊക്കെ ഡിപ്രഷനും ആങ്സൈറ്റി അങ്ങനെയുള്ള ചില മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരെ കാണിച്ചു തുടങ്ങും. ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം കൂടുതലും വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്ന ആൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ എങ്ങനെ ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ചെയ്യണം, സമയം കണ്ടെത്തി അതിന് പ്രിപ്പയർ ചെയ്യുകയും മാക്സിമം എഫേർട്ട് എടുത്ത് അതിന് പ്രൊഡക്റ്റീവായിട്ട് അവരുടെ സമയം ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ ഓവർ തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ ചെയ്യുന്നത് അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസിനെ അവർ മനസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതായത് ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ എനിക്കൊക്കെ ഒരു ജോലി കിട്ടും, ഞാനൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പാസ്സാവും, എനിക്കൊക്കെ അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റുമോ, അങ്ങനെയുള്ള വളരെ അൺകംഫർട്ടബിളായ ഇമോഷൻസിനെ അവർ മനസ്സിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ്ങും ഓവർ തിങ്കിങ്ങും രണ്ടാണ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവായ ഒരു കാര്യമാണ്. എന്നാൽ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല, വെറും നിങ്ങളെ സമയം നഷ്ടപ്പെടുത്താൻ മാത്രം അത് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ ബോധർ ചെയ്യുന്ന തോട്ട്സ് നിങ്ങളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്താൽ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഇനി പല തരത്തിലുള്ള ഓവർ തിങ്കിങ് ഉണ്ട്. ഒന്ന്, ഓൾ ഓർ നൺ തിങ്കിങ്. ഇങ്ങനെയുള്ളവർക്കെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അതായത് ഒരു കാര്യത്തിന് അത് പൂർണ്ണ വിജയമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണ പരാജയമായിട്ടോ ആണ് ഇവർ കണക്കാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആസ്പെക്റ്റ് ഇവർക്ക് ഇല്ല. രണ്ടാമത്തത്, കാറ്റസ്ട്രോഫൈസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. അതായത് ഇപ്പോൾ ഒരു എക്സാമിന് ഫെയിലായി എന്നിരിക്കട്ടെ, അതൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ പിന്നീട് അവർ മനസ്സിൽ തോട്ട് ലൂപ്പിലേക്ക് ഇങ്ങനെ കുടുങ്ങിപ്പോകും. അതായത് ഓക്കെ, എക്സാമിന് ഞാൻ ഫെയിലായി, അപ്പം ഞാൻ ക്ലാസ്സിൽ തന്നെ ഒരു ഫെയിലർ ആണല്ലോ, അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഞാനൊരു ഫെയിലർ ആയാലോ, ഇനി ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഫെയിലർ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്കൊരു ജോലി കിട്ടും, ജീവിതത്തിൽ തോറ്റു പോകില്ലേ, ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന്, ഒരു ഫെയിലിയറിനെ അതിങ്ങനെ പെരുപ്പിച്ച് ഇവർ മനസ്സിലിട്ട് അതിനെ വലിയതാക്കും. മൂന്നാമത്തത് ഓവർ ജനറലൈസിങ് ആണ്. അതായത്
ഒരു തോൽവി അല്ലെങ്കിൽ ഒരു പ്രശ്നം എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സിമിലർ എക്സ്പീരിയൻസസിനൊക്കെ അതേ ഔട്ട്കം തന്നെ ആയിരിക്കും എന്ന് കരുതി അതങ്ങ് ജനറലൈസ് ചെയ്തേക്കും. പിന്നെ അതിനു വേണ്ടി ശ്രമിക്കാനോ ഒന്നും ശ്രമിക്കുകയൊന്നുമില്ല. അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഓക്കെ, എന്തായാലും ഒന്ന് ഇങ്ങനെയല്ലേ പറ്റിയത്, ഇനിയിപ്പോൾ വരാൻ പോണ അതും അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ അങ്ങ് ജനറലൈസ് ചെയ്യും. ഇനി എന്തുകൊണ്ട്, നേരത്തെ പറഞ്ഞു ഞാൻ എന്തുകൊണ്ട് ഇത് തടയണമെന്ന് വെച്ചാൽ, ഈ ചിന്തകൾ കൊണ്ട് ഇവരുടെ പല പ്രശ്നങ്ങളുണ്ടാവും. ഒന്നാമത് ഇത് ഒട്ടും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഡിപ്രഷൻ, ആങ്സൈറ്റി, സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ, ആളുകളുടെ കൂടെ ഇടപഴകാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്നു തുടങ്ങും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെ ചുറ്റുമുള്ള ആളുകളെ ഇത് ബാധിക്കും. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്സിൻ്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞു പോകും. പിന്നെ പ്രൊഫഷണൽ ലൈഫും ബാധിക്കാം. ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ അത് അവരുടെ ജോലിയും പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ഒക്കെ ബാധിക്കും. എങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. പെർഫെക്ഷനിസം വേണ്ട ആളുകൾ. ഓരോ കാര്യത്തിലും എക്സൽ ചെയ്യണം. ഒരു കാര്യവും അവർക്ക് അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങ് ചെയ്താലൊന്നും ശരിയാവില്ല. അവർക്ക് ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ റൂൾസും റെഗുലേഷനൊക്കെ പാലിച്ച് വൃത്തിക്ക് ചെയ്യണം. ഇങ്ങനെയുള്ളവരെന്ന് വെച്ചാൽ ചെയ്ത് അവർ തീരുകയില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു കാര്യമാണ്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ അത്രയും പെർഫെക്റ്റായിട്ട് ആരും പെർഫെക്റ്റ് അല്ല, എപ്പോഴും നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാനും പറ്റില്ല. ഒരുപാട് സമയം ഞാൻ അങ്ങനെ ഒരു ലൈഫിൽ വേസ്റ്റായി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് ചെയ്യണം. പഠിക്കുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ അത് വളരെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ എല്ലാം എടുത്ത് പഠിക്കണം. അവസാനം ആ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ പഠിക്കൂ. അതാണ് വളരെ പെർഫെക്ഷനിസം ഉള്ള ആളുകൾക്ക് ഉള്ള പ്രശ്നം. പിന്നെ രണ്ടാമത് ഷൈ ആയിട്ടുള്ള ആൾക്കാർ. അവർ ഓരോ ദിവസവും നടത്തിയ സംഭാഷണം, ഒരു പുതിയ ആളോട് ചെയ്ത ഇൻറ്ററാക്ഷൻ, ഇത് മനസ്സിൽ റീപ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചോ എന്നുള്ളതിലാണ് ഇവർ ത്രൈവ് ചെയ്യുന്നത്, ഇവർ ജീവിക്കുന്നത്. അവരെന്നെ പറ്റി നല്ലത് വിചാരിച്ചോ? ആദ്യമായിട്ടാണ് ഒരാളെ കാണുന്നതെങ്കിൽ അവർക്ക് എന്നെ പറ്റിയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതായിരുന്നോ? ഇതാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത. മൂന്നാമത്തത് ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാർ. അത് ചൈൽഡ്ഹുഡ് വരുന്ന പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം, വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിലെ പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ളവർക്ക് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമുണ്ടാകും എപ്പോഴും. അപ്പോൾ അതിനെ പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. പൊതുവെ അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജോലിയിലാണെങ്കിലും ഒക്കെ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളൊന്നും ആവാൻ വഴിയില്ല. പിന്നെ നാലാമത്തത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ഒരു പരിധി വരെ ഹൈലി സെൻസിറ്റീവായ ആളുകൾ നല്ല ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് മറ്റുള്ളവരോട് കൂടുതൽ എംപതൈസ് ചെയ്യാനും അവരുമായിട്ട് കൂടുതൽ കമ്പാഷനായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ മറുവശത്ത് ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് പോലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അതിലും ഒരുപാട് സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതവർ അലട്ടിക്കൊണ്ടേയിരിക്കും. ഓ, എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ, ഓ ഞാൻ അങ്ങനെയാണോ, അതങ്ങ് വിശ്വസിക്കും അവർ. അപ്പോൾ ഈ നാല് ടൈപ്പ് ആളുകളാണ് കൂടുതൽ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം. എങ്ങനെ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാം? ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡാനിയൽ വെഗ്നർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക്, സ്റ്റുഡൻസിന് വെച്ചിട്ട് ഒരു വൈറ്റ് ബെയർ എക്സ്പെരിമെൻറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് വൈറ്റ് ബെയർ എക്സ്പെരിമെൻറ്റ്? അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, നിങ്ങളൊരു വൈറ്റ് ബെയറിനെ പറ്റി ചിന്തിക്കാതെ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം പറയാൻ പറഞ്ഞു. ഒരു ഗ്രൂപ്പിനോട് അങ്ങനെ പറഞ്ഞു, ഒരു ഗ്രൂപ്പിനോട് വൈറ്റ് ബെയറിനെ പറ്റി പറഞ്ഞില്ല. അവരുടെ മനസ്സിൽ എന്ത് വരുന്നു ആ ചിന്തകളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ അവസാനം റിസൾട്ട് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് ബെയറിനെ പറ്റി ചിന്തിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞ വിദ്യാർത്ഥികൾ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തത്. ഏകദേശം 1 മിനിറ്റിൽ ഒരു തവണയെങ്കിലും അവർ വൈറ്റ് ബെയറിനെ പറ്റി ചിന്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ തോട്ടിനെ പറ്റിയിട്ട് ചിന്തിക്കരുതെന്ന് അവർ വിചാരിച്ചാൽ പോലും അവരുടെ മനസ്സിലേക്ക് അത് ഫോഴ്സ്ഫുള്ളി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് തടഞ്ഞു വെക്കുന്നതിന് പകരം ആ ചിന്തയെ റിലീസ് ചെയ്യുക. അപ്പോൾ അതിന് പറയുന്നൊരു പരിഹാരം എന്ന് വെച്ചാൽ, ഒരു ടൈമർ സെറ്റ് ചെയ്യാം, ഒരു 5-10 മിനിറ്റ്. എന്ത് ചിന്തയാണോ നിങ്ങളുടെ മനസ്സിൽ അന്നേരം വരുന്നത് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാം. ചിന്തിച്ച് 5 മിനിറ്റിലും 10 മിനിറ്റ് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക. അതിന് വേണ്ടി തന്നെ മാറ്റിവെക്കുക. ആ 10 മിനിറ്റ് ടൈമർ അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ചിന്ത മാറ്റിക്കൊണ്ടുവരാനായിട്ട് നോക്കുക. രണ്ടാമത്തെ ടെക്നിക്ക് പേപ്പർ ബോൾ ടെക്നിക്കാണ്. ബേസിക്കലി ഒന്നുമല്ല, അത് ജേർണലിംഗ് ആണ്.
ജേർണൽ ചെയ്യുന്നത് പൊതുവേ അതിപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചിന്തകളുള്ളവരാണെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു 5-10 മിനിറ്റ് വേണ്ട ഒരു കാര്യത്തിൽ എഗെയിൻ ടൈമർ വെക്കുക നിങ്ങളുടെ ഫോണിൽ. ഈ ടൈമർ വെക്കാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ചിന്തിച്ച് ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ തന്നെ വേസ്റ്റ് ചെയ്ത കളയും. അതുകൊണ്ടാണ് 5-10 മിനിറ്റ് അധികം സമയം ചെലവഴിക്കാത്ത രീതിയിൽ ഒരു ടൈമർ വെച്ച് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ അലട്ടുന്ന എല്ലാ ചിന്തകളും ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആ പേപ്പർ ചുരുട്ടി ബോളാക്കി നിങ്ങളെ ട്രാഷ് ക്യാനിലേക്ക് എറിഞ്ഞു കളഞ്ഞേക്കാം. നിങ്ങളുടെ ചിന്തകളെ ഫിസിക്കലി ചുരുട്ടി നിങ്ങൾ കളയാണ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ദൂരേക്ക് കളയുന്നതിന് തുല്യമാണ് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത്. മൂന്നാമത്തത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. കുറച്ച് സമയം 5-10 മിനിറ്റ് നിങ്ങളുമായിട്ട് തന്നെ ഇരിക്കുക. ഒരു സൈലൻ്റ് ആയ ഒരിടത്ത് റിലാക്സ് ആയിട്ട് മനസ്സമാധാനത്തോടെ ഇരിക്കുക. ഇത് ഓവർ തിങ്ക് തടയാൻ മാത്രമല്ല മെഡിറ്റേറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ മൂഡ് നന്നാക്കാൻ ഒക്കെ, നിങ്ങൾക്ക് നല്ല ഇമോഷൻസ് നിങ്ങളെ മനസ്സിലേക്ക് വരാനൊക്കെ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് 3 ടെക്നിക്സിന്. നാലാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ട് ചെയ്യുക നിങ്ങളെ സ്വയം. ഇപ്പം ചിന്തകൾ വരുന്ന അറിയുമ്പം ഒരു പരിധി വരെ നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്നല്ല. പക്ഷേ എപ്പോൾ നിങ്ങൾക്ക് ആ തിരിച്ചറിവ് വരുന്നോ ആ സമയത്ത് മറ്റേതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ വ്യാപൃതരാവണം. വേണമെങ്കിൽ പുതിയൊരു ഡിഷ് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഗാർഡൻ ചെയ്യാം, പുറത്തേക്കൊന്ന് നേച്ചറിലേക്ക് ഇറങ്ങി ഒരു വാക്കിന് പോവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം, ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇനി പാട്ട് കേൾക്കണം, അവിടെ പോയിട്ട് വീണ്ടും സാഡ് സോങ് കേട്ടിട്ട് ആ ചിന്തകൾ കൂട്ടരുത്. നല്ല നിങ്ങൾ ഇമോഷൻസ് തരുന്ന പാട്ടുകൾ കാണുക. സോഷ്യൽ മീഡിയ സ്ക്രോളിങ് ആ സമയത്ത് ഒഴിവാക്കാൻ നോക്കുക. എൻ്റെ മൂഡ് പൊട്ടയാണ്, അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് സ്ക്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നോക്കിയിട്ട് വീണ്ടും സമയം കളഞ്ഞല്ലോ എന്നുള്ള ചിന്തയും കൂടി കൂട്ടിവെക്കരുത്. ഇനി 5ാമത്തത് സെൽഫ് ആക്സെപ്റ്റൻസ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അതുപോലെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ ചിന്തിക്കുന്ന ആളാണോ, ശരി ആയിക്കോട്ടെ, കുറച്ച് ചിന്തിച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം. നിങ്ങൾ തന്നെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ലോകത്തിലുള്ള വേറെ ആരും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല. ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് എഴുതി വെക്കുക. ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റിക്കോളുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ചിന്തിച്ചെടുക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ ആ പേപ്പർ നോക്കിയിട്ട് ഒന്ന് വായിക്കുക 2-3 തവണ. എന്നിട്ട് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക, ഓക്കെ ഞാൻ ഇന്നതൊക്കെ മോശമാണ്, പക്ഷെ എന്നാലും എനിക്ക് ഇന്ന കാര്യങ്ങൾ നല്ലതുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. 6ാമത്തത് നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ളവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതുകൊണ്ട് എന്ത് തീരുമാനം തന്നെ ആയിക്കോട്ടെ, വളരെ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വളരെ വലിയ കാര്യങ്ങളായിക്കോട്ടെ, ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ അത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഇനി വളരെ നിങ്ങൾക്ക് ചിന്തിച്ച് തീരുമാനിക്കണം തോന്നുകയാണെങ്കിൽ ഒരു ദിവസം എടുത്തോ, 1-2 ദിവസം എടുക്കാം. അതിൽ കൂടുതൽ എടുക്കരുത്. ആലോചിച്ച് സമയം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചിലരെങ്കിലും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, ചിന്തിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ വരായ്കളെ പറ്റിയൊക്കെ പഠിച്ചിട്ട് ഡിസിഷൻ എടുക്കണമല്ലേ നല്ലത്, അതിലെന്താണ് ഒരു തെറ്റ് എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ് ശരി. നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയമാണ് ആ സമയത്ത് ചിന്തിച്ച് നഷ്ടപ്പെടുത്തി കളയുന്നത്. നമുക്കൊക്കെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ, വളരെ കുറച്ച് സമയം നമുക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയം മൈൻഡ്ഫുള്ളായിട്ട് സന്തോഷമായിട്ട് ഒരുപാട് ചിന്തകളൊന്നും അലട്ടാതെ മനസ്സിലിട്ട് ഇങ്ങനെ വിഷമിക്കാതെ സുഖമായിട്ട് ജീവിക്കാം. ഓവർ തിങ്കിങ് കാരണം പല മാനസിക വൈകല്യങ്ങളും ആൾക്കാരിലേക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരു തോട്ട് ലൂപ്പിൽ അല്ലെങ്കിൽ ഒരു തോട്ട് സൈക്കിളിൽ കുടുങ്ങിപ്പോയിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ മേൽ പറഞ്ഞ വഴികളൊന്നും നിങ്ങൾക്ക് വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് തെറാപ്പി എടുക്കേണ്ടതാണ്. നിങ്ങൾ മാനസികമായിട്ട് എങ്ങനെ ചിന്തകളെ ഒഴിവാക്കാം എന്നുള്ളത് അവർ പഠിപ്പിച്ചു തരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.